Balan, come back. Right, bro, Yes, right, bro. yes. Who's this Yeah, guy? yeah. This one? Samurai? Samurai, samurai. Samurai? Vincent. Vincent. Yes. I think Vincent, we nice to already meet you, met, Vincent. right? We already met in Yeah, Strawberry. we know. Yeah. Strawberry. Yeah, bro. No. We met. Yeah, we met with Wat Goku. കയ്യില് കൊറേ തോക്കുണ്ടല്ലോ, ഒരു തോക്ക് എനിക്ക് തരൂ. Ah, Not yes, for yes. I know. മീറ്റിംഗ് തുടങ്ങി Meeting? റാഞ്ച് മീറ്റിംഗ് Branch meeting, okay. എല്ലാരും വന്നിരിക്കും മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ 5 മിനിറ്റ് എല്ലാരും ഇരിക്കും. ഫുഡ് കിട്ടാത്തവരാരെങ്കിലും പറയണ ഒരു 6 ഫുഡ് ഉണ്ട്. Ah. ഫുഡ് കിട്ടാത്തവരാരെങ്കിലും പറയണം. ID പറഞ്ഞ Yes, ID 1767. കഴിക്കണമല്ലേ? ഞാൻ ഇന്നവരെ ഇവിടെ ഫുഡ് കഴിച്ചിട്ടില്ല. പിന്നെ ഒരാളും കൂടി അതെങ്ങനെ ചാവല്ലേ ഇടക്കിടക്ക്. ഫുഡ് My lucky number is 1771. 177. എന്താണ് വേണ്ട ഇരി. ഇതാടാ സാമാനം കുറിപ്പിക്കണോ ചേച്ചി? നിക്ക് ഇരിക്കുമ്പോ ഞാൻ വല്ലോറും മടിയിൽ പോയിരിക്കും. ഇതിന്റെ സാമാനം ഇത്ര ഉള്ളതാ. ഇതിനകത്ത് എന്തുവാടാ തിന്നണ്ട? പാക്കറ്റ് ആണോ? ആ, അമ്പാറിയോ ബൂസ്റ്റർ പാക്ക്. അടി ഇതെന്താണ്? അമ്പാറിനോ ബൂസ്റ്റർ പാക്ക്. വാട്ട് ഈസ് ദാറ്റ്? അമ്പാറിനോ ബൂസ്റ്റർ പാക്ക്. അത് ബൂസ്റ്റർ പാക്ക്. അത് തുറന്നു കഴിഞ്ഞാൽ നിനക്ക് ഇഷ്ടം പോലെ പൈസ കിട്ടും. ഒരേ സാധനം കിട്ടി Same to കഴിഞ്ഞാൽ. me? Are you talking അടി to ഇതൊക്കെ me? എന്താ? ബെസ്റ്റ് പാർട്ട്. ഇതെന്താണ് ഇതൊക്കെ? ഹലോ ആ പറഞ്ഞോ, തുടങ്ങിക്കോ. ഷൗട്ട് ഇട്ടിട്ട് തുടങ്ങിക്കോ. എല്ലാരും ഒന്ന് ഷൗട്ട് ഇട്ടോ, നിങ്ങളുടെ വോയിസ് ഒക്കെ ലോ ആണ്. Hello. അടി ഇത് കഴിഞ്ഞോ? Vincent, is it audible? Brother, I have a doubt. Yeah, it's perfect. ഹലോ എല്ലാവർക്കും കേൾക്കുന്നില്ലേ? Yes. കേക്കാം. Yeah. ഹലോ 1 2 3 മൈക്ക് ചെക്ക്. Okay. 3 2 1. ഇതൊക്കെ എന്താണ് ഇത്? Successful. സോളമൻ. ദേ എന്റെ അച്ഛൻ. ഒരു സിറ്റുവേഷൻ ഉണ്ടായില്ലേ, അതേപോലെ മൾട്ടിപ്പിൾ സിറ്റുവേഷൻ ഇവിടെ നടന്നിട്ടുണ്ടെന്നാണ് ഇപ്പോൾ വന്ന ഡോക്ടർ റിപ്പോർട്ട് ചെയ്തിട്ട് പോയത്. അപ്പോൾ അത് കുറച്ച് കൺസേൺ ആണ്. അവർ അതല്ലെങ്കിൽ ഏഞ്ചൽസിനെ റിപ്പോർട്ട് ചെയ്താൽ എല്ലാവർക്കും അത് ഒരു പ്രശ്നമാവും. അതുകൊണ്ട് ക്യാമ്പ് ഏരിയ, റാഞ്ച് ഏരിയ സേഫ് സോൺ പോലെ തന്നെയാണ്. സിറ്റുവേഷൻ ട്രിഗർ ചെയ്യാണ്ട് സിറ്റുവേഷൻ എടുക്കാൻ പാടില്ല. ഇവിടുന്ന് റാഞ്ച് സേഫ് സോൺ ആണ്. റാഞ്ചിൽ ആരെ റോപ്പ് ചെയ്യാനും വെറുതെ ഗൺ ഫൈറ്റ് മറ്റു കാര്യങ്ങൾ ചെയ്യാനും പറ്റൂല. അപ്പോൾ പുള്ളി ഇപ്പോൾ ഒരു ലാസ്റ്റ് വാർണിംഗ് ആയിട്ടാണ് തന്നേക്കുന്നത്. നെക്സ്റ്റ് റിപ്പോർട്ട് ചെയ്താൽ അത് എല്ലാവരെയും ബാധിക്കും. അപ്പോൾ അത് സൂക്ഷിച്ചും കണ്ട് നിൽക്കണം. ഒന്നാമത്തെ കാര്യം. ഓക്കെ, ഇത് ഇപ്പൊ EMS ആണോ ഇത്? ഡോക്ടറാണ് വന്നത്. അതായത് ക്യാമ്പിൽ ലാസോ വെച്ച് കെട്ടിയിടുക അല്ലെങ്കിൽ ഗൺ ഫയറിങ് അങ്ങനെയുള്ള സിറ്റുവേഷൻസ് കണ്ടിന്യൂസ് ആയിട്ട് വരുന്നുണ്ടെന്ന് ഒരു പ്രശ്നമാണ് പുള്ളി ഇപ്പൊ പറഞ്ഞത്. അതാണ് ഞാൻ എല്ലാവരോടും വന്നപ്പോ പറഞ്ഞത്, അകത്ത് ഗൺഫയർ ഒന്നും ചെയ്യരുത്. കാരണം പണി കിട്ടിക്കഴിഞ്ഞാൽ പുറത്തുനിന്ന് ഒരു വലിയൊരു ബൺ തരും എല്ലാവരും. പിന്നെ നിങ്ങൾക്ക് ജന്മം ചെയ്താൽ കയറാൻ പറ്റാത്ത രീതി ആയിരിക്കും അത്. അത് സൂക്ഷിച്ച് നിൽക്കണം. അത് കുറച്ചും കൂടി കൺസേൺ ആയിട്ട് എടുത്ത് കാര്യങ്ങൾ മുന്നോട്ട് പോകണം. ഇപ്പോൾ ഒത്തിരി അധികം നേറ്റീവ് ആൾക്കാർ മലയാളികളും ഉണ്ട്. അപ്പം ചിലപ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസിന് ചിലപ്പോൾ മൊത്തത്തിൽ കിട്ടിയെന്നിരിക്കും. പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എങ്ങനെയാണ് അവരെടുക്കണേന്ന് അപ്പീൽ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് സംസാരിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പോൾ സ്ട്രോബറി തന്നെ ഒത്തിരി പേര് കറന്റ് ഉണ്ട്. ഇപ്പോൾ പുതിയ ആൾക്കാരെ വന്ന് കണ്ടതിന് ശേഷം ഒത്തിരി പേര് പിടിച്ച് കയറുന്നുണ്ട്. അപ്പോൾ അത് മൊത്തത്തിൽ ഒരു ഗ്രൂപ്പ് ഓഫ് പേഴ്സൺ അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസിന് അത് ബാഡ് ഇതായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ അതേപോലെ നോട്ടീസ് ചെയ്യുന്നുണ്ട് എല്ലാ കാര്യവും. അപ്പോൾ അത് കുറച്ചും കൂടി കൺസേൺ ആയിട്ട് എടുക്കണം. അപ്പോൾ അത് എന്തായാലും സീരിയസ് ആയിട്ട് തന്നെ മനസ്സിലാക്കണം സിറ്റുവേഷൻസ്. ലാസ്റ്റ് കെട്ടിയിട്ടിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറങ്ങിപ്പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓട്ടോ സെൻഡിങ് ടു മെക്സിക്കോ ആണ്. അപ്പോൾ അത് പിന്നെ അപ്പീൽ ചെയ്തിട്ടും കാര്യം ഉണ്ടാവില്ല, ഓട്ടോമാറ്റിക്കലി കിട്ടും. അത് സിസ്റ്റം ബേസ് ആണത്. അത് റിപ്പോർട്ട് ചെയ്യേണ്ട കാര്യം പോലും ഇല്ല. സ്റ്റോം പീരീഡ് ട്രിഗർ ചെയ്യുന്ന സാധനങ്ങളും അതേപോലെയാണ്. ഇപ്പോൾ കറന്റ് സ്റ്റോം പീരീഡ് ആണ്. ഇപ്പോൾ യാതൊരു സിറ്റുവേഷൻ എടുക്കാൻ പറ്റില്ല. ബേസിക് റോബറി ഒരു റോബറിയും ചെയ്യാൻ പറ്റില്ല.
ആൾക്കാരെ റോബ് ചെയ്യാനോ പറയടാ, പറയടാ. കുതിരയിൽ നിന്ന് സാധനം പറയടാ. എടുക്കാനോ വാഴയിൽ നിന്ന് സാധനം എടുക്കാനോ സേഫ് സോണിൽ പോയി ട്രിഗർ ചെയ്യാനോ ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ പാടില്ല ഇപ്പോഴത്തേക്ക്. അപ്പൊ അത് കുറച്ച് സീരിയസ് ആയിട്ട് മനസ്സിലാക്കണം. നെക്സ്റ്റ് റൂൾസ് പ്രോപ്പർ പറയടാ, പറയടാ, ആയിട്ട് ചേച്ചി. ബ്രേക്കിംഗ് എന്നുള്ള സാധനം ഒരു കാരണവശാലും ഇവർ സപ്പോർട്ട് ചെയ്യില്ല. പറ. അതൊരു മൈന്യൂട്ട് മിസ്റ്റേക്ക് ആയിരിക്കാം. പക്ഷേ ഒന്ന് എന്തെങ്കിലും സംഭവിച്ച് അല്ലെങ്കിൽ ഒരു വാണിംഗ് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് കിട്ടുന്നത് കേൾക്കുന്നുണ്ടോ ban ആയിരിക്കും. സെൻഡിങ് ടു മെക്സിക്കോ ആയിരിക്കും. ഇതാരും സംസാരിക്കുന്ന അറിയോ? സംസാരിക്കുന്ന ആ രീതിയിൽ ആരാ? സംസാരിക്കോളൂ. നമ്മുടെ leader-ആ. ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മുടെ അത് കിട്ടിയാൽ ഇച്ചിരി സൗണ്ടിന് ഗാംഭീര്യം കുറവാന്നേ ഉള്ളൂ. എന്നുള്ള രീതിയിലേ കിട്ടുള്ളൂ. നമുക്ക് ഇപ്പൊ 1-2 പേർക്ക് അങ്ങനെ ഇഷ്യൂ വന്നിട്ടുണ്ട്. എന്താണ് അത് കുറച്ചും കൂടി ചില്ലറ കടിയാണോ നിനക്ക്? കൺസേൺ എടുത്ത് എന്താണ് ഇപ്പൊ നിങ്ങളെ വന്ന് പേഴ്സണൽ അറ്റാക്കോ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അതിന്റെ POV കാണിച്ച് അവരെ റിപ്പോർട്ട് ചെയ്യാം. അഥവാ നിങ്ങളെ കൊന്നിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ അവരാരാണെന്നോ ഉണ്ടെങ്കിൽ ഇവര് ജസ്റ്റ് gang ആണല്ലേ ടൈ ഇവിടുത്തെ? ചെയ്തിടുക, ഗ്ലാസ് വെച്ച് കെട്ടിയിടുക. ഗ്യാങ് അറിഞ്ഞൂടാ. അവർ ID എടുക്കാനും പറ്റും. റൈറ്റ് ബട്ടൺ മസിൽ ഹോൾഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ ID കിട്ടും. അതല്ല ടേക്ക് ID കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ IDയും പേരും കിട്ടും. അത് വെച്ച് നിങ്ങൾ ആരെങ്കിലും ഇതേപോലെ പേഴ്സണലായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യാം. കാരണം ഇതൊരു ഓപ്പൺ സ്പേസ് ആണ്, ആർക്ക് വേണമെങ്കിലും കയറി വരാവുന്ന ഒരു സ്പേസ് ഉള്ളതുകൊണ്ട് എത്ര FPS ഉണ്ട് അങ്ങനെയും ചേച്ചി? ഒരു പ്രോബ്ലം ഉണ്ട്. 98 വൈറ്റ് ലിസ്റ്റഡ് അല്ലാത്തതുകൊണ്ട്. 89 high ആണ് എന്ത്? കേട്ടോ. അത് നിങ്ങൾ കുറച്ച് അൾട്രയാ? അൾട്രാ വിത്ത് ഗ്രാഫിക്സ് മോഡ്. ഗ്രാഫിക്സ് മോഡാ? എല്ലാവരും കിട്ടി? പരസ്പരം ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഞാനോട്ടെ. കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരൊക്കെയാണെന്ന് മനസ്സിലാവും. നീയേ എന്റെ പേര് ഫ്രെഡി. അത് മാറ്റണം അയച്ചു. കറന്റ് നൈസാണോ? ക്യാമ്പം ബ്രാഞ്ചും ആ വലിയ വ്യത്യാസമൊന്നും ഫീൽ ചെയ്യുന്നില്ല. നോക്കട്ടെ. ഓണർഷിപ്പിൽ പോകുന്നതും ഇവരുടെ ലീഡറായിട്ട് നിൽക്കുന്നത്. നെക്സ്റ്റ് വിൻസെന്റ് കോ ലീഡർ നിൽക്കുന്നത്. അവനാണ് ക്യാമ്പിന്റെയും ബ്രാഞ്ചിന്റെയും കാര്യങ്ങൾ മോസ്റ്റ്ലി നോക്കുന്നത്. പിന്നെ 2 മാനേജേഴ്സ് ഉണ്ട്. അതിപ്പോ മാറിക്കോളും. ഹർലൻ, മാർട്ടിൻ. അപ്പൊ അവര് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് റാഞ്ചിന്റെ ഡ്യൂട്ടീസ് ആയിരിക്കും. റാഞ്ച് സംബന്ധിച്ച എന്ത് കാര്യങ്ങളും പിന്നെ ഫൈനാൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും നിങ്ങൾക്ക് അവരോട് ചോദിക്കാം. അവരില്ലാത്ത ആബ്സൻസിൽ ഫൈനാൻസ് എന്ന് പറയുമ്പോൾ കടം എടുക്കാം ചോദിക്കാം അല്ലേ? കടം ചോദിക്കല്ല, പേ ഔട്ടിന്റെ കാര്യങ്ങൾ. ആണല്ലേ, അങ്ങനെയല്ലേ. കടം അത് നിങ്ങൾക്ക് ആരുടെ അടുത്ത് ചോദിക്കാൻ പറ്റും? അതെ, അത് നിങ്ങൾ തമ്മിലുള്ള ഡീലിംഗ്. അതെന്ന് വെച്ചാൽ നമ്മളിപ്പോ ഒരു പേ മേടിച്ചിട്ട് ആ ദിവസം തരാം എന്നുള്ളൊരിത് മനസ്സിലായി. ഗ്രൈൻഡ് ചെയ്തിട്ട് തന്നില്ലെങ്കിൽ ആ വീക്കെൻഡില്ല. നിങ്ങൾ തന്നില്ലെങ്കിൽ എറ്റാച്ചിനെ റൂമിൽ കൊണ്ടുപോകാം, എന്ത് വേണം ചെയ്യാം, കുഴപ്പമില്ല. അയ്യേ ഇങ്ങനെയാണ്. എന്തൊരു അല്ല അങ്ങനെയല്ല, അവനെ പണിയെടുപ്പിക്കാം. ഞാൻ ഉദ്ദേശിച്ചത് വീട് ക്ലീൻ ചെയ്യാം. അതൊക്കെ പണിയെടുപ്പിക്കാം. ഓക്കേ, ഒരു പണിക്ക് ആളെടുക്കാം എന്നുള്ളത്. ചാച്ചി നീ എന്തിനാ എപ്പോഴും അങ്ങനെ ചിന്തിക്കുന്നത് ചാച്ചി? ഇവര് ബേസിക്കലി കാറ്റിലിന്റെ സെല് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്പൊ വേണമെങ്കിൽ പേ ഔട്ട് ചോദിച്ചു കഴിഞ്ഞാൽ അവരെടുത്ത് തരും. ക്യാറ്റിനെ എഗ്ഗും മിൽക്കും ചെയ്യുന്നത് കാറ്റിൽ അതാ ഹേർഡിങ്. ഓ, അത് പേ ഔട്ട് സെല് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പൊ തന്നെ അതിന്റെ പ്രോഫിറ്റ് എമൗണ്ട് നിങ്ങൾക്ക് കിട്ടും. എഗ്ഗും മിൽക്കിന്റെ കളക്ട് ചെയ്യുന്ന വീക്കിലി ആയിരിക്കും. അത് നമുക്ക് വീക്കെൻഡിൽ പോയി ഇതെല്ലാം റാഞ്ചിൽ നിന്ന് എടുത്ത് കൊണ്ട് മാർക്കറ്റിൽ കൊണ്ട് വിറ്റ് കഴിയുമ്പോഴത്തേക്ക് അതിന്റെ എമൗണ്ട് കിട്ടുള്ളൂ. എനിക്കൊരു ഡൗട്ട്, നിങ്ങൾ ഓപ്പൺ ആയിട്ട് പറയണം, കള്ളം പറയരുത്. ഈ മുട്ട വിറ്റാൽ നിങ്ങൾക്ക് എത്ര ലാഭം കിട്ടും? നമുക്ക് കിട്ടുന്ന 1.5 ആണ്. നമുക്ക് എത്ര കിട്ടും? നിങ്ങൾക്ക് കിട്ടുന്ന 1.25 കിട്ടും. ഒരു മുട്ട എടുത്ത് കൈ തരാം ബ്രോ. ലൈക്ക് ഫാമേഴ്സ് മാർക്കറ്റ് ഒന്ന് വിറ്റ് നോക്കിയാൽ നമുക്ക് വിൽക്കാൻ പറ്റും. നിങ്ങൾക്ക് വിൽക്കാൻ പറ്റും. ഞാൻ ചോദിക്കട്ടെ ബ്രോ, ഇൻഡിവിജ്വൽ ആയിട്ട് കോഴി വളർത്തി വിൽക്കാൻ പറ്റും? അതാണ് എന്റെ ചോദ്യം. അല്ലാണ്ട് ഭയങ്കര മോശമായിട്ട് നമ്മള് പാവപ്പെട്ടവരല്ലേ. ഞാനിപ്പോ പുതിയതാണ്, അപ്പൊ എനിക്ക് അറിയത്തില്ല. ഇപ്പൊ എനിക്ക് എന്തൊക്കെ ജോലി നല്ലത്, ഏറ്റവും പൈസ കിട്ടുന്ന ജോലി ഏതായിരിക്കും? നമ്മള് പ്രോഫിറ്റ് ആയിട്ട് എടുക്കുന്നതല്ല ബ്രോ, അത് ഇത് പാർട്ട് ടൈം ജോബാണ് ഇത് മൊത്തം. റാഞ്ച് ബേസിക്കലി ഒരു പാർട്ട് ടൈം ജോബ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. മെയിൻ ജോബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മൈനിങ്, ലംബർ, ഗൺസ്മിത്ത്, ബ്ലാക്ക് സ്മിത്ത്, അങ്ങനെ കുറെ അധികം ജോബുകളുണ്ട്. ബ്രോ ഇപ്പൊ ലംബർ വലിയ കാര്യമുണ്ടോ ചെയ്ത് കഴിഞ്ഞാൽ? ഡൗൺ ആണ്. അപ്പൊ ഹർലൻ അവന് അതിൽ എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് അവനത് കുറച്ചും കൂടി എക്സ്പ്ലെയിൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരും.
അല്ല പക്ഷെ കാര്യമില്ലല്ലോ, ഡൗൺ അല്ലേ? അതെ ഡൗൺ ഡൗൺ ആണ്. അത് നമ്മൾ ഇപ്പൊ currently down യൂസ് ആണ്. ചെയ്തിട്ട് കാര്യമില്ല. ലൈക്ക് എനിക്കറിയാവുന്ന ആളാണ് വാലന്റൈനിലെ നമ്പർ ഓടിച്ചോണ്ട് പോകുന്നത്. പക്ഷെ അവനോട് ചോദിച്ചപ്പോഴത്തേക്കും നല്ല ശോകാവസ്ഥയാണെന്നാ പറഞ്ഞത്. അവൻ ഇപ്പൊ ഹയർ പോലും ചെയ്യുന്നില്ല. അവൻ ഇവിടെ ഉണ്ടായിരുന്ന വീടൊക്കെ വിറ്റിട്ടാണ് ഇപ്പം ജീവിക്കുന്നത്. ഓ ഓ ഓ ഓ. അത് സെറ്റ് ആയി കഴിഞ്ഞാൽ അവൻ പറയാന്ന് പറഞ്ഞു. അവൻ പുറത്തത് അറിയിച്ചിട്ട് സെറ്റ് ചെയ്യാൻ നോക്കാന്ന് പറഞ്ഞു. സെറ്റ് ആയി കഴിഞ്ഞാൽ അറിയിക്കാം. കുറച്ച് പേരെ നമ്പറിലേക്ക് എടുക്കാം. ഞാൻ വേറൊരു കാര്യം കൂടി ചോദിക്കട്ടെ. ഇവിടെ എന്താണ് ബേസ്? അതായത് ഇപ്പൊ നമ്മള് നമ്മളിപ്പോ വന്നതേ ഉള്ളൂ. തുടക്കത്തിൽ നമ്മള് ഗണ്ണില്ല, കുതിരയില്ല, ഇതൊക്കെ നമ്മള് വൺസ് ഏൺ ചെയ്തെന്ന് വെച്ചോ. ഓക്കെ, ഈ പറഞ്ഞ പോലെ നല്ല കുതിരയും നല്ല ഗൺസും നല്ല കാര്യങ്ങളും പിന്നെ മൈനിങ്ങിലെ ജോബും കിട്ടി. വാട്ട് ഈസ് നെക്സ്റ്റ്? അതാണ് നമ്മളെ ചോദ്യം. നെക്സ്റ്റ് ക്യാമ്പിൽ കയറുക എന്നാണ് ഒഫീഷ്യൽ ക്യാമ്പില് ഓൾറെഡി ക്യാമ്പ് മെമ്പർ. നമ്മള് ക്യാമ്പ് തുടങ്ങണം, അങ്ങനെയാണല്ലേ? അതാണോ? അതല്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ പ്രാക്ടീസ് ചെയ്ത് പഠിച്ചിട്ട് നിങ്ങൾക്ക് ഇൻഡിവിജ്വലി തുടങ്ങണേ അങ്ങനെ തുടങ്ങാം. കറന്റ് ക്യാമ്പ്, പുതിയ ക്യാമ്പുകൾ ക്യാമ്പ് എങ്ങനെ മേടിച്ച് വെക്കാൻ തുടങ്ങേണ്ട പറ്റില്ല. ഇതിനെ പറ്റിട്ട് പറയാം ജസ്റ്റ്. നമ്മള് ഇതില് എനിക്കറിയാം, ബട്ട് അറിഞ്ഞൂടാത്തവരുണ്ട്. അതായത് പ്രീവിയസ്ലി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗവൺമെന്റ് ഷോപ്പിൽ പോയി ക്യാമ്പിന്റെ ഒരു ലൈസൻസ് പ്ലേറ്റ് കിട്ടും. അത് മേടിച്ച് പ്ലാൻ ചെയ്യാണ്. കറന്റ് അത് ഫുൾബാക്ക് ചെയ്തേക്കാണ്. അപ്പൊ ആരൊക്കെ കറന്റ് ഉണ്ടോ, ആരുടെ കയ്യിലെങ്കിലും ഉണ്ടെങ്കിൽ അവർ സെല്ലിയാണെങ്കിൽ കിട്ടും. അതല്ലാണ്ട് നമുക്ക് കറന്റ് ഇപ്പൊ ക്യാമ്പ് ഇല്ല. എന്തൊക്കെയാടാ ഇവര് പറയുന്നത്? എല്ലാം ഭയങ്കര സീരിയസ്. അപ്പൊ അത് ക്യാമ്പില് ക്യാമ്പ് എന്ന് പറയുമ്പോ ലൈക്ക് ഗ്യാങ് കണക്കല്ലേ? രണ്ട് മുട്ട സീരിയസ് ആയിട്ട് പറയുന്നത്. കുഴപ്പമില്ല. അതിലും കുറെ ആക്ടിവിറ്റീസും കാര്യങ്ങളും ഉണ്ട്. അപ്പൊ അത് നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാം, പഠിക്കാം. എന്നിട്ട് നിങ്ങൾക്ക് ഇൻഡിവിജ്വലി മൂവ് ഓൺ ചെയ്യാം. അത് നിങ്ങളുടെ ഒപ്പീനിയൻ, നിങ്ങൾക്ക് ചൂസ് ചെയ്യാം എങ്ങനെ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ. നിങ്ങൾ ഇടയ്ക്ക് ഒരു മിഷന് പോകുന്നില്ല, അത് ക്യാമ്പിന്റെ ആണോ? അതെ, ക്യാമ്പിന് 1-2 മിഷൻസ് ഉണ്ട്. സപ്ലൈ, ഡെലിവറി, അങ്ങനെ 1-2 മിഷൻസ് ഉണ്ട്. അപ്പൊ അതിന്റെ അനുസരിച്ച് ഇപ്പൊ നിങ്ങളെ ഇവര് കൊണ്ടുപോകുന്ന പോലെ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് എടുത്തോണ്ട് പോകാനും പറ്റും. അപ്പൊ അതിന്റെ കാര്യം എങ്ങനെയാണെന്ന് അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടി മനസ്സിലാവും. കുറച്ച് പ്രോസസ് ഉണ്ട്. അത് ബുച്ചർ ടേബിള്, അതിൽ മെറ്റീരിയൽ കൊണ്ട് ഡൊണേറ്റ് ചെയ്യണം. ആ മെറ്റീരിയൽ കയറിയിട്ട് സപ്ലൈസ് കയറണം. സപ്ലൈ കയറി കഴിഞ്ഞിട്ട് സ്റ്റോക്ക് ഉണ്ടെങ്കിൽ ഡെലിവറി ചെയ്യാൻ പറ്റുള്ളൂ. ഡെലിവറി ചെയ്താൽ മാത്രമേ ക്യാമ്പിന് ഏർണിങ്സ് കിട്ടുള്ളൂ. അപ്പൊ ആ ഏർണിങ്സിൽ നിന്നാണ് നിങ്ങൾക്ക് സ്പ്ലിറ്റ് ചെയ്ത് പോകുന്നത്. അപ്പൊ അത് നിങ്ങൾക്ക് ഡൗട്ട് ലോങ് പ്രോസസ്. ഓരോരുത്തരും ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഓരോന്നും. അങ്ങറ്റത്തിരിക്കുന്നത് ഇറ്റാച്ചി. ആ ഇത് അത് ഇറ്റാച്ചി. ഇത് ഇത് അന്ന വന്നേക്കുന്നത് ഇറ്റാച്ചിയുടെ സിസ്റ്റർ ആണ്. പിന്നെ ഞാൻ ജായൻ. ഇത്രേ ഉള്ളൂ നമ്മളെ കൂട്ടത്തിൽ, ഇത്ര പേരേ ഉള്ളൂ. ഞാൻ ഇവരുടെ കൂടെ അല്ല, ഞാൻ നിങ്ങളെ കൂടെ കയറി കേട്ടോ. ജസ്റ്റ് ഒന്ന് മാറിപ്പോയി, ലുക്ക് നമ്മളെ കിട്ടിയില്ല. ഇത് മോബി. മോബി പറയടാ. ഇത് എന്ത് ഞാൻ ഉള്ള കാര്യം ശ്രദ്ധിച്ചില്ല ഇവിടെ. എനിക്ക് വേണ്ടി ക്യാരക്ടർ മനസ്സിലാവുന്നത്. അതെ, എന്റെ ഒരു ബൂസ്റ്റർ പാക്ക് എന്ന് പറഞ്ഞൊരു സാധനം. ഇത് എന്ത് ചെയ്യാനുള്ള അതെന്താണ് സംഭവം? ബൂസ്റ്റർ പാക്ക് ഞാൻ പറഞ്ഞുതരാം. ആദ്യമേ നിനക്ക് ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് അത് വെച്ച് മൾട്ടിപ്പിൾ ബൂസ്റ്റർ പാക്ക് വെച്ച് ക്രാഫ്റ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു. ഇപ്പൊ കറന്റ് അതില്ല. നമ്മുടെ സൈഡിലുള്ള മെമ്പേഴ്സ് മാനേജർ കുണ്ടിയിലിട്ട് ഓരോരുത്തർ. ഇത് സ്റ്റെർലിംഗ് നോവ കറന്റ് പുള്ളിയാണ് ഇവിടുത്തെ ഗാർഡിയൻ. ഞാൻ പോയി മറ്റേ ഊത്ത് വായിക്കട്ടെ. നെക്സ്റ്റ് ഓരോരുത്തർ ഒന്നും പറഞ്ഞ കേട്ടോ. മനസ്സിലായില്ലേ ബാല കാര്യമായിട്ട്? മനസ്സിലായി. നമ്മുടെ അണ്ണൻ വന്നു. അണ്ണാവാ അണ്ണാ. ഇതാണ് നമ്മുടെ ഗോഡ് ഫാദർ ആണ്. നമ്മുടെ ഗ്രൂപ്പിലെ ഗോഡ് ഫാദർ ആണ് അണ്ണൻ. അണ്ണന്റെ ഇവിടുത്തെ പേര് ഷെൽബി എന്നാണ്. ഷെൽബി. അന്ന് ഇത് ക്യാമ്പിലെ ലീഡർ. ക്യാമ്പിലെ ലീഡർ ഞാനാണ്. ഷെൽബി അല്ലേ?
എന്റെ പേര് ഫ്രെഡി. യെസ്. ഓക്കെ. ഇവരെന്തിനും പറയുന്നു ഇല്ല ഞാൻ ഇന്ന് വന്നേ ഉള്ളൂ. ഒറ്റയ്ക്ക് സംസാരിക്കുന്നവൻ. ആ അതല്ല, കുറച്ച് ബ്രേക്ക് ആയിട്ടിരിക്കുകയായിരുന്നു. ഇവരെന്താണ് പറയുന്നത്? കുറച്ച് കാലങ്ങളായിട്ട് ഇവിടെ ഉണ്ടായിരുന്നു, പക്ഷെ ഒരു ചെറിയൊരു ബ്രേക്ക് എടുക്കേണ്ടി വന്നു. ചെറിയൊരു ബ്രേക്ക്. ഞാൻ പറഞ്ഞ പോലെ ചെയ്തല്ലേടാ ബാല. ചേച്ചിക്ക് എണീക്കാൻ പറ്റുന്നില്ല. അതാണ് നമ്മുടെ കോലിയർ. സെഡ് ആക്കി നോക്ക്, തന്നെ വീഴും. ജോക്കിയാണെന്ന് ഇവിടുത്തെ പേരെന്തുവാ? ബാല സെഡ് നിക്ക് ബാല. ജോക്കിയാണെന്ന് ഇവിടുത്തെ പേരെന്തുവാ? ഷെൽബി. ഷെൽബി. ബാല സെഡ് നിക്ക്. എടേ നമുക്കറിയാം സീനൊക്കെ പടേ ഒന്ന് ഞെക്കടാ അത്. അറിയാം. Shelby, nice to meet you, Shelby. Hi Shelby brother, I am Ballon. Oh, Balon! Yes, Ballon. Balloon. What's up, Balon? What's up, Balon? Nice to meet you, Shelby brother. Oh, nice to meet you, Balon, This is brother. Kayani. Yep, this is Kayani, brother. Kayani, what's up? Nothing much, how good? ആണല്ലോ. Your English is so good, Kayani. Thank you, Annamma. Thank you so much. Itachi. I know. Yes, Shelby. I know. My English is Yes. Johnny uncle. ജോണി പേര് പറ്റി. പിന്നെ ഇവിടെ ജോണി ഇവിടെ കൈപൊക്കി. My name is Hello. ബിഷപ്പ്. ബിഷപ്പ്. Thank you. ഇവിടെ 1000 I രൂപയാണ് ഇവിടെ spent പേര്. $1,000 to change my name. സൂപ്പർ പേര്. Johnny uncle. Zoo over there yesterday. Yeah, I am the one girl who. Ira, Yeah. how old is she? How old are you, Ira? I'm sorry. How old are you? How old? Your age? Me? Yeah. Your age. You're never supposed to ask a woman her age and her weight. Do you know that? Okay, then how much is your weight? I'm sorry? How much is your weight? That's what I said. You're not supposed to ask a woman about her age and her weight. Oh, okay. Boss, Then shout, how ആണ്, much? shout. How old is your father? രണ്ട് How കൊച്ചു old പിള്ളേരില്ലേ? is your father? കൊച്ചു പിള്ളേര് രണ്ടുപേരും തമ്മിൽ സംസാരിച്ചിരിക്കുന്നു. Huh? How old is your father? My father abandoned me when I was a kid, so Oh. How old is your mother? they both dead. So Huh? I don't know that they both dead. Oh, I don't they know. Okay. ചേച്ചി പെണ്ണുങ്ങളോട് വയസ്സും വെയിറ്റും ചോദിച്ചുകൂടാന്നാടാ ഇങ്ങനെ പറഞ്ഞു. ആണോ? അപ്പം ഞാൻ ഇപ്പൊ Date of birth എന്താ അപ്പൊ? ആപ്ലിക്കേഷനൊക്കെ ഫില്ല് ചെയ്യുമ്പോ ബ്ലാങ്ക് ആക്കി കൊടുക്കുമോ? Mr. Ryan. I mean, Yeah. Batman. No. അത് ചോദിക്കണമല്ലോ, അത് Name change ചോദിച്ചോ. ചെയ്താ? ഇറ്റാച്ചി പല ഡൗട്ട് റൈറ്റ്. ഒരു മിനിറ്റ് ഒരു കാര്യം ചോദിക്കട്ടെ. ഈ അന്നാവീരപ്പനിപ്പോ ഇവിടെ റാൻഡമായിട്ട് പോയി പരിചയപ്പെട്ടു പറയാറേ. അന്നാവീരപ്പൻ സിസ്റ്റർ ഓഫ് ഇറ്റാച്ചി വീരപ്പൻ. ആ, ജോണി മാമ. ഒരു ദിവസം കൊണ്ട് എന്തൊക്കെയല്ല നടന്നത്. കൊറേ എണ്ണത്തിനെ ഞാൻ കൊണ്ടുവന്നു. ഞാനേ അവളോട് സംസാരിച്ച അവൾ ആദ്യം പറയുന്നത് അന്ന വീരപ്പൻ സിസ്റ്റർ ഓഫ് ഇറ്റാച്ചി വീരപ്പൻ. ഇറ്റാച്ചി വീരപ്പൻ അവൻ അടി കിട്ടില്ലല്ലോ. ഉള്ളതൂടെ കിട്ടുന്നില്ല. അന്ന വീരപ്പൻ, ഹൗ ഓൾഡ് ആർ യു? Yeah. I'm 19 years old. കണ്ട ഇത് പറഞ്ഞ് പഠിപ്പിച്ച് കണ്ട. എവിടെ അതാണ്. ഹൗ മച്ച് ഈസ് യുവർ വെയിറ്റ്? My weight 56. 34 ഗ്രാമേ ഉള്ളൂ. 56 ഗ്രാം. ബലൂൺ ഹൗ ഓൾഡ് ആർ യു? കിലോഗ്രാമേ ഉള്ളൂ. Balloon, how old are you? Not balloon, I am Ballon. I am 24. Balloon, you are 96, right? എല്ലാരും 916. വന്നിരിക്കുകയാണ്. Yeah. വർക്ക് ചെയ്ത Yeah. Your age is 916, right? 96 age. Yes. വീരപ്പൻ തന്നെ. Payout, ഞാനൊരു payout. കാര്യം Age ചോദിച്ചു. 916 ആണെന്ന് സമ്മതിച്ചോ? Mr. Balon.